ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ജൂലൈ മാസം ദുൽഖർ സൽമാന്റെയും പ്രണവ് മോഹൻലാലിന്റെയും ജന്മദിന മാസം കൂടിയാണല്ലോ. മറ്റന്നാൾ ജൂലൈ 13-ാം തീയതിയാണ് പ്രണവിന്റെ ജന്മദിനമെങ്കിൽ ദുൽഖറിന്റേത് ഈ മാസം അവസാനത്തോടെ ജൂലൈ 28-നാണ്. രണ്ടുപേരുടെയും ജന്മദിനം പ്രമാണിച്ച് വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ പ്രണവിലേക്ക് വരികയാണെങ്കിൽ ഡിയസ് ഈറ എന്ന സിനിമയാണല്ലോ പ്രണവിന്റെ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത വൻ മലയാളം സിനിമ. ഈ വർഷം ഹാലോവിൻ ആഴ്ച പ്രമാണിച്ച് ഒക്ടോബർ അവസാനത്തോടെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രണവിന്റെ ഒരു പോസ്റ്റർ, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ടീസർ എല്ലാം തന്നെയാണ് മറ്റന്നാൾ പ്രണവിന്റെ ജന്മദിനം പ്രമാണിച്ച് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ പല സിനിമകളുടെ ചർച്ചകളിലാണ് പ്രണവ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനമെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ദുൽഖറിലേക്ക് വരികയാണെങ്കിൽ ഈ വർഷം മലയാള സിനിമയിലേക്ക് വീണ്ടും ദുൽഖർ 2 വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണല്ലോ. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം അടുത്ത വർഷത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത ദുൽഖറിന്റെ മലയാളം സിനിമ ഐ ആം ഗെയിമാണ്. നിലവിൽ സിനിമയുടെ ഷൂട്ടിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തത് കൊണ്ട് ദുൽഖറിന്റെ മാത്രമായ ഒരു പോസ്റ്റർ വരാനുള്ള സാധ്യതകൾ കുറവാണ്. നിലവിൽ നഹാസിദ്ദീഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആന്റണി വർഗീസ് ആണ് ഭൂരിഭാഗം ഷൂട്ടിലും ഭാഗമായിരിക്കുന്നത്. ദുൽഖർ ഓഗസ്റ്റ് മാസത്തോടെ മാത്രമേ സിനിമയിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുകയുള്ളൂ. ദുൽഖറിന്റെ അന്യഭാഷാ സിനിമകൾ കാന്ത ഉൾപ്പെടെയുള്ള അന്യഭാഷാ സിനിമകളുടെ പോസ്റ്റേഴ്സും ടീസർ എല്ലാം തന്നെയാണ് ജന്മദിനം പ്രമാണിച്ച് ജൂലൈ 28-ന് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം മലയാളത്തിലടക്കം റൂമേഴ്സ് ഉള്ള സിനിമകളുടെ എല്ലാം തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം എല്ലാം തന്നെയാണ് നാം ജന്മദിനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം ജൂലൈ 28-നായിട്ട്. കഴിഞ്ഞ വർഷം അവസാനത്തിന് മുന്നേ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടും കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് ഒരു അപ്ഡേറ്റും ഇല്ലാത്ത ജയസൂര്യ സിനിമയാണല്ലോ കത്തനാർ. ഗോകുല മൂവീസ് നിർമ്മിച്ച റോജൻ തോമസ് സംവിധാനം ചെയ്ത മലയാളത്തിലെ തന്നെ അടുത്ത വലിയ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരാനിരിക്കുന്ന കത്തനാറിന്റെ അപ്ഡേറ്റ് ഒന്നും തന്നെ എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം ഒരുപാട് പ്രേക്ഷക മനസ്സുകളിലുണ്ട്. ഇനിയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒന്നും തന്നെ ജയസൂര്യയുടെ സിനിമയുടേതായിട്ട് പുറത്തു വന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നാം മനസ്സിലാക്കുന്നത് സിനിമയുടെ മുഴുവൻ വർക്കുകൾ VFX ഉൾപ്പെടെയുള്ള വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായതിനു ശേഷം മതി അപ്ഡേറ്റുകൾ എന്നൊരു തീരുമാനമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഉള്ളിലുള്ളത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും വരുന്ന ഓഗസ്റ്റ് അവസാനത്തോടെ ജയസൂര്യയുടെ ജന്മദിനം പ്രമാണിച്ച് സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ഭാഗങ്ങളിലായിട്ട് വരാനിരിക്കുന്ന മലയാളത്തിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനിയും വന്നിട്ടില്ല. അടുത്ത വർഷത്തോടെ മാത്രമേ ഇനി സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ കാത്തിരിക്കാം പാൻ ഇന്ത്യൻ സിനിമ കത്തനാറിന്റെ കൂടുതൽ വാർത്തകൾക്ക്.